രാഷ്ട്രീയ ഭൂപടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന്റെ ശക്തമായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതായാണ് പുറത്തുവരുന്ന പുതിയ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ മൂന്നാം തവണയും അധികാരം പിടിച്ചെടുത്ത് ചരിത്രം കുറിക്കാനൊരുങ്ങുന്ന ഇടതുമുന്നണിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നതായി വിവിധ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ സ്ഥാപനങ്ങളും നടത്തിയ പഠനത്തിൽ വോട്ട് വൈബ് NDTVയുടെയും പുതിയ കണ്ടെത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ദശകങ്ങളായി കേരളം പിന്തുടർന്നു പോന്ന ഓരോ 5 വർഷം കൂടുമ്പോഴുമുള്ള ഭരണമാറ്റം എന്ന പാരമ്പര്യത്തിലേക്ക് സംസ്ഥാനം തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണെന്നാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനം 50%-ലധികം ആളുകൾ മോശമോ അല്ലെങ്കിൽ വളരെ മോശമോ എന്ന് വിലയിരുത്തുന്നത് ഇടതുപക്ഷത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഭരണ സംതൃപ്തി സംബന്ധിച്ച നെറ്റ് റേറ്റിംഗ് നെഗറ്റീവായി തുടരുന്നത് LDFന്റെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമായി മാറിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കളുടെ പട്ടികയിൽ പ്രകടമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിപക്ഷ നിരയിൽ VD സതീശൻ നടത്തിയ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ വലിയ വർധനമുണ്ടാക്കി. നിലവിൽ 22.4% ആളുകൾ സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 18%-ലേക്ക് പിന്തള്ളപ്പെട്ടു എന്നത് ഭരണകൂടത്തിന് നേരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ KK ശൈലജയ്ക്ക് ലഭിക്കുന്ന 16.9% പിന്തുണ CPM-നുള്ളിലെ ആഭ്യന്തര ചർച്ചകളായി വഴിമാറാനും സാധ്യതയുണ്ട്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും UDF നിലവിൽ വ്യക്തമായ മുൻതൂക്കം പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ തുടർച്ചയായി 3.5 മുതൽ 4% വരെ വോട്ട് വിഹിതം ഇപ്പോൾ പ്രതിപക്ഷത്തിന് കൂടുതലായി പ്രവചിക്കപ്പെടുന്നു. VD സതീശനും ശശി തരൂരും നയിക്കുന്ന UDF നിരയിൽ ജനങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ കേവലം 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ചൊരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പരിണമിച്ചിരിക്കുകയാണ്. BJP നയിക്കുന്ന NDAയുടെ വളർച്ച വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച 14.7% പിന്തുണ BJP ഇനി ഒരു നിസ്സാര ശക്തിയല്ല എന്നതിന്റെ തെളിവാണ്. വോട്ട് വിഹിതത്തിൽ അവർ വരുത്തുന്ന ഓരോ വർധനവും LDFന്റെയും UDFന്റെയും വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും. എന്നിരുന്നാലും UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുമ്പോഴും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസവും വിഭാഗീയതയും വലിയൊരു വിഭാഗം വോട്ടർമാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യമില്ലായ്മ മൂലം കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്ന വിജയം നഷ്ടപ്പെട്ട സാഹചര്യം കേരളത്തിലും ആവർത്തിക്കുമോ എന്ന ഭയം സർവേയിൽ പങ്കെടുത്ത 42% ആളുകളും പങ്കുവച്ചു. ഈ ഹരിയാന പേടി മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങളെ വോട്ടാക്കി മാറ്റാൻ അവർക്ക് പ്രയാസപ്പെടേണ്ടി വരും. സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ഭരണതലത്തിലെ അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം സർക്കാരിനെതിരെയുള്ള വികാരം കടുപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഏതാണ്ട് 15%-ഓളം വരുന്ന നിഷ്പക്ഷ വോട്ടർമാർ ഇപ്പോഴും ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വരും മാസങ്ങളിൽ മുന്നണികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും വികസന അജണ്ടകളും ഈ വിഭാഗത്തിന്റെ മനസ്സ് മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. UDFന് അനുകൂലമായ കാറ്റാണ് ഇപ്പോൾ വീശുന്നതെങ്കിലും രാഷ്ട്രീയ കേരളം എപ്പോഴും അത്ഭുതങ്ങൾ കരുതി വെക്കാറുള്ള ഒന്നാണ്. ഓരോ മുന്നണിയും വോട്ടുറപ്പിക്കാനുള്ള കഠിന ശ്രമങ്ങൾ നടത്തുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടമായി മാറുമെന്നത് ഉറപ്പാണ്. ഭരണ തുടർച്ച എന്ന LDF മോഹങ്ങൾക്കും ഭരണമാറ്റം എന്ന UDF പ്രതീക്ഷകൾക്കുമിടയിൽ BJPയുടെ നിർണായക സാന്നിധ്യം കേരളത്തിന്റെ വിധി എങ്ങനെ മാറ്റിയെഴുതും എന്നത് കണ്ടുതന്നെ അറിയണം.